ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ മാത്സിൻ്റെ പരീക്ഷ എങ്ങനെയുണ്ടായിരുന്നു? നമ്മൾ പേടിച്ചൊക്കെ ഇരുന്നെങ്കിലും സംഭവം ഒരു ഓക്കെ ഫീൽ നൽകിയിട്ടാണ് നമ്മുടെ മാത്സിൻ്റെ പരീക്ഷ കഴിഞ്ഞു പോയത്. എൻ്റെ തൊട്ട് പുറകിരിക്കുന്ന നമ്മുടെ ഇപ്പോഴത്തെ മാത്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. എനിക്കും ചെറിയ ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ കൃത്യമായിട്ട് പഠിച്ച കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഒന്നും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇല്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? ചില ചോദ്യങ്ങളൊക്കെ ചിലപ്പോൾ നമുക്കൊരു ചെറിയ കൺഫ്യൂഷനൊക്കെ ഉണ്ടാവുമെങ്കിലും നമ്മൾ പഠിച്ചിട്ടുള്ള, അതായത് റിവിഷൻ്റെ സമയത്തും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള നമ്മുടെ ഹോട്ട്സിൻ്റെ ക്ലാസ്സുകളിലും ഒക്കെ ചെയ്തിട്ടുള്ളതും, അതേപോലെ മോഡൽ എക്സാമിന് മുമ്പ് നമ്മൾ റിവിഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ. അങ്ങനത്തെ ആ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് കൂട്ടി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ ആ നോട്ട്ബുക്കൊക്കെ ഒന്ന് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം എല്ലാ തരം ചോദ്യങ്ങളും നമ്മൾ ചെയ്തു പോയ മോഡൽ തന്നെയാണ്. അങ്ങനെ തന്നെയല്ലേ? ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് പരീക്ഷ എളുപ്പമായിരുന്നോ, ബുദ്ധിമുട്ടായിരുന്നോ, അതോ ആവറേജ് ആയിരുന്നോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണം. എന്നിരുന്നാലും ഞാൻ കുറച്ച് നമ്മുടെ കൂട്ടുകാരോടൊക്കെ ചോദിച്ചിരുന്നു, വിദ്യാർത്ഥികളോട് ചോദിച്ചിരുന്നു. അപ്പോൾ വലിയ ബുദ്ധിമുട്ടിയില്ല. ഞാനും ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒന്ന് ത്രൂ ഔട്ട് ഒന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ബുദ്ധിമുട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും തന്നെ കണ്ടില്ല. മോഡൽ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളില്ലേ, അത് തന്നെ റിപ്പീറ്റായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ചില ക്വസ്റ്റ്യൻ നമ്പറൊക്കെ നമ്മൾ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ നമ്പറിൽ തന്നെ, കാരണം പാറ്റേൺ നമുക്ക് കൃത്യമായിട്ട് നമുക്കറിയാമായിരുന്നു. അതുകൊണ്ട് 13ാമത്തെ ക്വസ്റ്റ്യൻ വരും, ഇല്ലെങ്കിൽ 27ാമത്തെ ക്വസ്റ്റ്യൻ വരും എന്നൊക്കെ പറഞ്ഞ് അതേ ചോദ്യങ്ങൾ തന്നെ പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. ചിത്രങ്ങൾ ഏതാണ്ട് ആ രീതിയിൽ വന്നിട്ടുണ്ട്. സമാന്തര ശ്രേണിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങൾ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലേക്കൊന്നും പോയില്ല. രണ്ടാം ഡിഗ്രി സമവാക്യം, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനും അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളതെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ മൊത്തത്തിൽ എളുപ്പമല്ലായിരുന്നോ? സർക്കിൾസൊക്കെ പറഞ്ഞായിരുന്നില്ലേ എങ്ങനെയാണ് വരിക, സ്ലോപ്പിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞ പോലെ തന്നെ പരീക്ഷയ്ക്ക് വന്നില്ലേ? അപ്പോൾ ലീഡ്സിലെ കുട്ടികളൊക്കെ പൊളിച്ചിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി നന്നായിട്ട് തയ്യാറെടുക്കുക. അതേപോലെ മാത്സിൻ്റെ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, കമൻറ്റുകൾ രേഖപ്പെടുത്തുക. ഓൾ ദ വെരി ബെസ്റ്റ്.